ഒരു 13 വർഷമായി പറഞ്ഞ കേട്ടോ തൂക്കുപാലം. നമുക്ക് തൂക്കുപാലം ജസ്റ്റ് സൈക്കിളൊന്ന് കയറ്റി നോക്കാം. സൈക്കിള് ഓടിക്കുന്നില്ല, ഉരുട്ടിയിട്ടൊന്ന് കയറ്റി നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഈ കാണുന്നതൊക്കെ ആട്ടോ നമ്മുടെ ഓൾ കേരള ബൈസിക്കിൾ റൈഡിൻ്റെ സ്പോൺസേഴ്സ്. ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ട്രാവൽസ്റ്റേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക്. എടാ നീ പറ ഇൻട്രോ ഉണ്ടോ? അപ്പോൾ ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. പക്ഷെ ഇൻട്രോ അങ്ങനെയല്ല. ഹലോ ഗൈസ്, അപ്പോ നമ്മൾ എന്തിനാണ് പറയാൻ പോണത്? അതായത് നമ്മള് ട്രിവാൻഡ്രം ജില്ലയിൽ എത്തിയിട്ടാ. അതന്നെ, ട്രിവാൻഡ്രം ജില്ലയിൽ എത്തിയിരിക്കുന്നത് എന്തിനല്ല പൊളിക്കണം. നമ്മള് ട്രിവാൻഡ്രം ജില്ലയിൽ എത്തി. ഇനിയിപ്പോ ടൗണിലേക്ക് പോകണം. ടൗണിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ഉണ്ടാവും. അവിടുന്ന് നമുക്ക് കുറെ കാഴ്ചകൾ കാണാനുണ്ട്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 10-12 ദിവസമായി. ട്രിവാൻഡ്രം അങ്ങനെ നമ്മൾ എത്തിപ്പെട്ട് എല്ലാ സ്ഥലങ്ങളും ഷൂട്ട് ചെയ്ത് കവർ ചെയ്ത് അടിച്ച് പൊളിച്ച് നമ്മൾ പോകുന്ന കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തും. ഇന്ന് പോകുന്ന വഴിക്ക് കിടിലം കാഴ്ചകൾ നമ്മൾ തീരദേശം വഴിയാണ് പോകുന്നത് കേട്ടോ. അവിടെ കോട്ടകളും പിന്നെ എന്താ മ്യൂസിയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ പറയണ്ട, അപ്പോൾ സംഭവങ്ങളെല്ലാം ബാഗാക്കി സെറ്റാക്കിയിട്ടുണ്ട്. നേരെ വിടാം. അപ്പോൾ നമ്മൾ ബാഗൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ സൈക്കിളുണ്ട്, ആഷിഖിൻ്റെ സൈക്കിളൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷൻ, ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ, അതായത് ട്രിവാൻഡ്രമാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അത് ഇന്ന് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ കേട്ടോ. പിന്നെ ട്രിവാൻഡ്രം എത്തിയിട്ട് നമ്മളവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെയാണ് പോകും. ആ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോകുന്ന വഴിക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ട് ഞാൻ നൂൽപുട്ടും കടലക്കറിയോ പറഞ്ഞിട്ടാ. പിന്നെ ഒരു മുട്ട എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. മുട്ട നമ്മൾ പ്രോട്ടീൻ ആയതുകൊണ്ട് ഒരു മുട്ടയും കൂടി വാങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നല്ല ചൂട് നൂൽപുട്ടും കടലക്കറി. ഇപ്പോൾ അവിടുന്ന് ചായ കുടിച്ച് ഇറങ്ങിയിട്ടാ. നമ്മളിപ്പോൾ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്തല്ലേ, ട്രിവാൻഡ്രം പോകുന്ന റൂട്ടുണ്ട്. നമ്മൾ ആറ്റിങ്ങിൽ കയറാതെ ഈ റൂട്ടിലാണ് പോകട്ടെ. തീരദേശം ഇവിടെ മൊത്തം വേറൊരു നമ്മുടെ എന്താ പറയേണ്ടത്, നമ്മളൊരു തമിഴ്നാട് സ്റ്റേറ്റിൽ കയറിയത് പോലെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ അഞ്ചുതെങ്ങ് കോട്ട കിട്ടും കേട്ടോ. അഞ്ചുതെങ്ങ് ഫോർട്ട്, ഏഞ്ചൽ ഫോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിട്ടില്ല. അതെന്നാ പറഞ്ഞത്, ഇവിടെ വരുമ്പോൾ ഒരു തമിഴ്നാട്ടിൽ ഒന്നൊരു ഫീൽ ഉണ്ട് കേട്ടോ. ഒരു ഇടുങ്ങിയ റോഡും അടുത്തടുത്ത് വീടുകളും സ്ഥാപനങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ വലിയൊരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. ഇതാ ഒരു പഴയ പണ്ടത്തെ പള്ളി കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ കോട്ടയം. ക്രിസ്ത്യൻ പള്ളി കഴിഞ്ഞിട്ട് ഒരു 500 മീറ്റർ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാട്ടോ നമ്മുടെ കോട്ട വരുന്നത്. അപ്പോൾ നമ്മൾ ഫോർട്ടിൻ്റെ അടുത്ത് എത്താറായി. അതിന് മുന്നായിട്ട് തോണിക്കടവ് തൂക്കുപാലുണ്ട് കേട്ടോ. ഇവിടെ ഒരു തൂക്കുപാലുണ്ട്. ഏകദേശം ഒരു 13 വർഷമായി പറഞ്ഞ ഇവരല്ലേ. ആ, ഒരു 13 വർഷമായി പറഞ്ഞ കേട്ടോ തൂക്കുപാലം. നമുക്ക് തൂക്കുപാലം ജസ്റ്റ് സൈക്കിളൊന്ന് കയറ്റി നോക്കാം. സൈക്കിള് ഓടിക്കുന്നില്ല, ഉരുട്ടിയിട്ടൊന്ന് കയറ്റി നോക്കാം. പിന്നെ ഇത് ആൾക്കാർ നടക്കുന്ന ആയതുകൊണ്ട് നമ്മൾ ആൾക്കാരൊന്നും ഇല്ലാത്ത സമയത്ത് നോക്കി കയറ്റി കേട്ടോ. ആൾക്കാർക്ക് വരുന്നവർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ആരും ഇല്ലാത്ത സമയത്ത് നോക്കി കയറ്റിയതാണ്. പിന്നെ ഈ സൈഡിലൊക്കെ നല്ല ഫിഷിങ്ങിന് പോകുന്ന ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം മൊത്തം അപ്പുറത്തും ഇപ്പുറത്തും മൊത്തം 2 സൈഡിലായിട്ട് നല്ലൊരു രസമാട്ടോ. നല്ല രസമുണ്ട് ഈ സമയത്ത് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് പഴക്കമുണ്ട് പാലത്തിന്. പക്ഷേ ഇത് പുതുക്കി നവീകരണത്തിന് വേണ്ടിയിട്ട് ഇത് ഫണ്ടും കാര്യങ്ങളൊക്കെ പാസ്സായെന്ന് ഇവിടെ അല്ലേ നാട്ടുകാർ പറഞ്ഞ. പക്ഷെ അവർ വീഡിയോയിൽ വരുന്നില്ല. അപ്പോൾ അവരോട് ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്തിട്ട് പറഞ്ഞ കേട്ടോ. നമ്മൾ ഈ തൂക്കുപാലത്തിലുണ്ട്. സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ബോട്ടും തോണിയൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് പരിചയപ്പെട്ടാ. ബ്രോ എന്താ പേര്? സാംസൺ. എന്താ ചെയ്യുന്നത്? കടലിക്ക് പണിക്ക് പോകുന്നല്ലേ. പുള്ളി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോ ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് നമ്മുടെ നിജിംബ്രോന്റെ ഫ്രണ്ട് കേട്ടോ. നിജിംബ്രോ നമ്മൾ വീഡിയോ കാണിച്ചിട്ടില്ല, രാവിലെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ മൊത്തം ഫിഷിങ് ബോട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ പാലം ഏകദേശം ഒരു 13 വർഷമായിന്നാ പറഞ്ഞു കേട്ടോ. 13 വർഷമായിന്നാ പറഞ്ഞു ഈ പാലം. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
പുതിയ പാലം വരുന്നതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ ആയെന്നാണ് ഇവിടുത്തെ താഴെ കുറച്ച് ചേട്ടന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ വീഡിയോയിൽ വരുന്നില്ല, അവർ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ ബ്രോ സാംസൺ എന്നല്ലേ വരുവാണ്, സാംസൺ ബ്രോ നടക്കുന്നുണ്ട്. പുള്ളിക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് നടക്കുകയാണ്. ഇവിടുന്ന് നമ്മുടെ ആ പാലത്തുനിന്ന് ഒരു 2 മിനിറ്റല്ലേ ഇവിടത്തേക്ക്. പുള്ളി നമ്മളിപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നടക്കുന്നുണ്ട് ബ്രോ. ഇവിടെ ആയിട്ടാ ലൈറ്റ് ഹൗസ് നമ്മുടെ 3 മണി മുതൽ 6 മണി വരെ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഒരു 10:30 മണി ആയിട്ടുള്ളൂ. ഇനി ഇതാട്ടാ കോട്ട എൻട്രൻസ് എങ്ങോട്ടാ? ഇതാട്ടെ ഏഞ്ചലോഫോർട്ട്. ഇവിടെ ഒരു പാർക്ക് ഉണ്ട്, ഗാന്ധി പാർക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാട്ടാ കോട്ട അകത്ത് കയറാൻ പറ്റില്ല ബ്രോ? ഇതാ കോട്ടയുടെ പിറകുന്നതിൽ വശം. ഇത് ശരിക്കും ഏഞ്ചലോഫോർട്ട് എന്നാണ് പേര്. പക്ഷെ ഇത് നമ്മുടെ നാട്ടുകാർ മാറ്റി അഞ്ചുതെങ്ങ് കോട്ട എന്നാക്കിയാട്ടാ. കാസർഗോഡ്. താങ്ക് യു ബ്രോ. നമ്മുടെ കോട്ടയിൽ നിന്നുള്ളൊരു വ്യൂ ഇതാട്ടോ. ആ സൈഡിൽ തന്നെ ലൈറ്റ് ഹൗസ് വരുന്നത്. കോട്ടയുടെ പുറത്തുനിന്നുള്ള വ്യൂ ഇതാട്ടോ. ഇനി നമുക്ക് അകത്തൊന്ന് കയറി നോക്കാം. ഇത് അഞ്ചുതെങ്ങ് കോട്ടയുടെ വിവരണങ്ങൾ ഇതാട്ടോ. തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ, മൊത്തം ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് വായിച്ച് നോക്കിയാൽ കേട്ടോ. മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഉണ്ട്. ഇത് 1695 പൂർത്തിയാക്കിയത് കോട്ട. കോട്ടയുടെ അകത്തേക്കൊന്ന് കയറട്ടെ. ഇതിൻ്റെ അകത്ത് ഫുഡും കാര്യങ്ങളൊക്കെ അലൗഡ് അല്ല കേട്ടോ. ഇവിടെ നല്ല ഗാർഡൻ സെറ്റാക്കി. ഇവിടെ കയറുമ്പോൾ തന്നെ നല്ല ട്രീ ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ ആണല്ലേ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ കോട്ടയതാ. ഇവിടെ ഒരു ചേട്ടൻ അവിടെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മുകളിൽ കയറിയിട്ട് കറക്റ്റ് കാഴ്ചകളൊന്ന് കാണിച്ചു. ഇതിൻ്റെ ചരിത്രം ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1696 ആറ്റിങ്ങൽ റാണിയുടെ സമ്മതത്തോടെ ഇവിടെ ഒരു കോട്ട കെട്ടുവാൻ വേണ്ടിയിട്ട് അനുമതി വാങ്ങിച്ചു. അപ്പോൾ അവിടുത്തെ റാണി അനുമതി കൊടുത്തു. അങ്ങനെ 1699 ഇതിൻ്റെ പണി പൂർത്തിയായത്. ഈ സ്മാരകം 300 വർഷം പഴക്കമുണ്ട് കേട്ടോ ഈ സ്മാരകത്തിന്. പിന്നെ ഇവിടത്തേക്ക് വരേണ്ട പ്രവേശനം സൗജന്യമാണ് കേട്ടോ. ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു 32 കിലോമീറ്റർ മാത്രമേ ദൂരം ഉണ്ടാവും. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആക്റ്റീവായിട്ട് ഇത് ഉണ്ടായ സമയത്ത് 400 ബ്രിട്ടീഷുകാരും 80 നാട്ടുകാരും ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സംഭവമല്ലേ, വിശ്വസിക്കാൻ കുറച്ച് പാടാണെങ്കിലും അതാണ് യാഥാർത്ഥ്യം കേട്ടോ. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഇവിടുത്തെ പ്രവേശനമുള്ളത്. പണ്ട് ഇവിടെ ആക്റ്റീവായ സമയത്ത് വെടിവെപ്പും പീരങ്കി യുദ്ധങ്ങളും ഒക്കെ നടന്ന സ്ഥലമാട്ടോ. ഈ ദ്വാരങ്ങളിൽ കൂടിയാണ് പീരങ്കികൾ വെക്കുന്നത്. അപ്പോൾ ഇവിടെ വീടൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കടൽ മാർഗ്ഗം വരുന്നവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു ഏരിയ ആട്ടോ ഇത് വരുന്നത്. പിന്നെ ഇവിടെ വേറെ സംഭവങ്ങളുണ്ട്, കുറേ തൂണുകളുണ്ട്. ഈ തൂണുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് സാധാരണ ജനങ്ങൾ കുറ്റം ചെയ്തവർ അങ്ങനെയൊക്കെ പിടിച്ച് അവിടെ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്ന സ്ഥലം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. അങ്ങനെ അവർ അവിടെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടോ. ഇതാണ് ആ തൂണുകൾ ഇപ്പോൾ പറഞ്ഞത്. പിന്നെ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ യുദ്ധം നടക്കുന്ന സമയത്ത് പെട്ടെന്ന് സൈഡിലേക്ക് ഇപ്പോൾ 4 ഏരിയയിലേക്ക് പോകാൻ പറ്റിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ 4 ഇത് സ്ക്വയർ ഷേപ്പിൽ വരുന്നതുകൊണ്ട് ഒരു ഏരിയയിൽ നിന്ന് മറ്റേ ഏരിയയിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റിയ രീതിയിൽ ഇതിൻ്റെ സ്ട്രക്ചറുള്ളത്. പിന്നെ ഇവിടെയൊക്കെ ഇപ്പോൾ മൊത്തം വീടുകൾ വന്നിട്ടുണ്ട്. നല്ല രസമാട്ടെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർക്കിൻ്റെ ഒരു പ്രതീതി ആട്ടെ. ഇവിടെ മരങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നശിച്ചു പോയി. വീണ്ടും മരങ്ങൾ വെക്കുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഇതിലെ നടന്നു പോകുന്ന വഴികളുണ്ടാവും കേട്ടോ. ഇതിലേക്ക് കൂടി 4 സൈഡിലേക്കും പെട്ടെന്ന് നമുക്ക് പറ്റിയ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത സംഭവം ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ തുരങ്കമാണ് കേട്ടോ. തുരങ്കം പണ്ട് കാലത്ത് ഇതിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ കടലിലെത്തുന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ടെക്നിക്ക് ഒരു പിടുത്തമില്ല. പക്ഷെ ഇപ്പോൾ അത് മൊത്തം ലോക്ക് ചെയ്തിട്ടായില്ലേ. ഒരു ദുരൂഹത നിറഞ്ഞൊരു ഏരിയ തന്നെ കേട്ടോ സംഭവം. ഇതിപ്പോൾ ലോക്ക് ചെയ്തിട്ടായില്ലേ.
പണ്ട് ഇതിലേക്കൂടി ഒരാൾ പശു ഇതിനകത്ത് പോയിട്ട് പിടിക്കാൻ പോയിട്ട് മരണപ്പെട്ടു, തിരിച്ചു വന്നില്ല എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ചരിത്രം.